നമസ്കാരം. പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം. 2030 മുമ്പ് വർദ്ധിച്ചു വരുന്ന എണ്ണ ഉപഭോഗത്തിന്റെ പ്രാഥമിക കേന്ദ്രമായി ചൈനയെ പിന്തള്ളി രാജ്യം മുന്നേറുകയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. നഗരവൽക്കരണം, വ്യാവസായികവൽക്കരണം, മധ്യവർഗത്തിന്റെ വളർച്ച എന്നിവയോടൊപ്പം വെളിച്ചം, പാചകം, ഗതാഗതം, പെട്രോ കെമിക്കൽസ് എന്നിവയ്ക്കുള്ള രാജ്യത്തിന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം അതിവേഗം വർദ്ധിച്ചു വരികയാണ്. ഗതാഗതത്തിനായുള്ള ചൈനയുടെ ആവശ്യം വൈദ്യുത വാഹനങ്ങളുടെ വരവോടെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ വൈദ്യുത വാഹനങ്ങളുടെ വലിയ വില കാരണം ഇന്ത്യക്കാർ ഇപ്പോഴും ഡീസൽ, പെട്രോൾ വാഹനങ്ങളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഈ ദശാബ്ദത്തിന്റെ അവസാനത്തിന് മുമ്പ് ചൈനയുടെ എണ്ണ ഉപഭോഗം ഏറ്റവും ഉയർന്ന നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും 2030കളിൽ ഇന്ത്യയുടെ എണ്ണ ഉപഭോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2030 മുമ്പായി ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ ഇതിനകം തന്നെ 2ാം സ്ഥാനത്താണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോള ഉപഭോഗത്തിന്റെയും വിലയുടെയും പ്രാഥമിക നിർണയ ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം 2022 219 ദശലക്ഷം ടണ്ണിൽ നിന്ന് 2023 231 ദശലക്ഷം ടണ്ണായി ഉയർന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിക്കുന്നത്. കൊറോണ വൈറസ് പാൻഡമിക് ഉപഭോഗത്തെ സാരമായി ബാധിച്ചെങ്കിലും പിന്നീട് സ്ഥിതി മാറി. ഇന്ത്യയും ചൈനയും 2012 2022 ഇടയിൽ ഉപഭോഗത്തിൽ 3.5 സംയോജിത വാർഷിക വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രതിവർഷം 0.5% മാത്രമായിരുന്നു ഇത്. ചൈനയുടെ ഉപഭോഗം 2010കളിൽ ഇന്ത്യയുടെ ഇതിനേക്കാൾ ഏകദേശം 3 ഇരട്ടി വലുതായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. വൈദ്യുത വാഹനങ്ങളുടെ ദ്രുതഗതിയിലുള്ള വിന്യാസം ചൈനയുടെ കൂടുതൽ ഉപഭോഗ വളർച്ചയെ തടയുന്നതിനാൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ വർധന ഈ ദശകത്തിന്റെ അവസാനത്തിൽ ചൈനയെ മറികടന്ന് മുന്നിലെത്തുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആഗോള എണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യയുടെ പങ്ക് ഇതിനകം 2022 5% ഉയർന്നു. 2021 4%, 2022 3%. ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം കഴിഞ്ഞ വർഷം 5%-ലധികം വർദ്ധിച്ചെങ്കിലും വർഷത്തിലെ ആദ്യ 9 മാസങ്ങളിലെ ദ്രുതഗതിയിലുള്ള വളർച്ച 4ാം പാദത്തിൽ ഇടിഞ്ഞു. ഇത് 2023 അവസാനത്തോടെ എണ്ണവില ഇടിഞ്ഞതിന്റെ ഒരു കാരണവുമാണ്. വൻ വിലക്കിഴിവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ റഷ്യ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായി മാറി. ഇന്ത്യയിൽ മാത്രമല്ല, ചൈനയിലും റഷ്യ അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2023 സൗദി അറേബ്യയെ മറികടന്ന ചൈനയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരനായി റഷ്യ മാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുമ്പ് ചൈനയുടെ ഏറ്റവും വലിയ വിതരണക്കാരായ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി 1.8% ഇടിഞ്ഞ് 85.96 ദശലക്ഷം ടണ്ണായി. വിലക്കിഴിവുള്ള എണ്ണയ്ക്കായുള്ള ചൈനീസ്, ഇന്ത്യൻ റിഫൈനർമാരുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ റഷ്യൻ ESPO ക്രൂഡിന്റെ വില 2023 ഉയർന്നു. സൗദി അറേബ്യ ജൂലൈ മുതൽ അവരുടെ അറബ് ലൈറ്റിന്റെ വില ഉയർത്തിയതോടെ ചില റിഫൈനറിമാരെ വില കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു. നന്ദി.